നമ്മൾ ഈ ചാനലിൽ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു തേക്ക് പ്ലാന്റേഷൻ. അതൊരു പ്രൈവറ്റ് പ്ലാന്റേഷനെ പറ്റിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിനകത്ത് ഒരുപാട് പോരായ്മകളിൽ കുറച്ചൊക്കെ ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തേക്ക് ഫാമാണ്. ഇതിനകത്ത് പോരായ്മകളുണ്ട് എങ്കിൽ പോലും അതൊന്നും അവർക്കൊരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് അവർ നിലനിർത്തിയിരിക്കുന്നത്. ശരിക്കും വന്നിട്ട് ഈ തേക്കുകൾ തമ്മിൽ കൊടുക്കേണ്ട അകലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മീറ്റർ. അതുകൊണ്ട് ആ കാണുന്നതൊക്കെ ഒരു 4 മീറ്ററാണ്. ആ 4 മീറ്റർ അകലമുള്ള തേക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നല്ല വണ്ണത്തിൽ നല്ല ആരോഗ്യത്തോട് പോയിട്ടുണ്ട്. അതിനിടയ്ക്കൊക്കെ ശുഷ്കിച്ച് നിൽക്കുന്നത് അതൊന്നും ഇനി ഗുണം പിടിക്കത്തില്ല. അതൊക്കെ ഗുണം പിടിക്കാതെ ആയിപ്പോയി. അതുകൊണ്ട് റോൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ഈ 4 മീറ്റർ അകലത്തിലൊക്കെ നിൽക്കുന്ന തേക്കിനെല്ലാം നല്ല ഇതുണ്ട്. ആ 4 മീറ്റർ അകലം എത്ര ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൂടും തമ്മിലുള്ള അകലം ഇതാണ് 4 മീറ്റർ. തേക്ക് വെക്കേണ്ട യഥാർത്ഥത്തിലുള്ള അകലം അതാണ് 4 മീറ്റർ. പക്ഷേ തേക്ക് കഴ മുറിക്കാനായിരുന്നെങ്കിൽ 2 മീറ്റർ അകലത്തിൽ വെക്കാമായിരുന്നു. നമ്മൾ ആ കണ്ട തോട്ടത്തിൽ 2 മീറ്റർ അകലത്തിലാണ് വെച്ചേക്കുന്നത്. പക്ഷേ അതിന് ഈ തേക്ക് കഴ മുറിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അത് ഇതുപോലെ ചത്ത് കെട്ടി നിൽക്കുന്ന മാതിരി ഇടയ്ക്കൊക്കെ നിൽക്കുന്ന മാതിരിയൊക്കെ നിൽക്കും. ഇതിനകത്ത് വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് മറ്റേ ഈട്ടിയൊക്കെ വളർന്നിപ്പോണ്ട്. ഉണ്ടാക്കാടുന്ന ഈട്ടിയാണ്. ചെറിയ തേക്കിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നില്ലേ, അത് ഈട്ടിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈട്ടിയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഈട്ടി ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കൊക്കെ. അത് തേക്കൊക്കെ വെട്ടി കഴിയുമ്പോൾ ആ ഈട്ടിയൊക്കെ അങ്ങ് തെളിയും.